നമസ്കാരം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവകാശങ്ങൾ നേടിയെടുക്കാനായി ഇറങ്ങിത്തിരിച്ച ആശാപ്രവർത്തകർ സമരത്തിന്റെ 50-ാം നാൾ മുടിമുറിച്ച് പ്രതിഷേധിച്ചു. അവകാശ പോരാട്ടത്തെ അവഗണിക്കുന്ന സർക്കാരിന് മുന്നിലേക്ക് മുടി മുറിച്ചെറിഞ്ഞ് പ്രതിഷേധിക്കുകയാണ് ആശാപ്രവർത്തകർ. മുടി പൂർണ്ണമായും നീക്കം ചെയ്തും മുടി മുറിച്ചുമാണ് ആശാപ്രവർത്തകർ സമരം ഘടിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ മറ്റു കേന്ദ്രങ്ങളിലും ആശാപ്രവർത്തകർ മുടിമുറിച്ച് പ്രതിഷേധത്തിൽ പങ്കാളികളായി. രാവും പകലും മഞ്ഞും മഴയും വെയിലും അതിജീവിച്ചാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഉപരോധമിരുന്നും നിരാഹാരം അനുഷ്ഠിച്ചും ആവശ്യങ്ങൾ അധികാരികളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടും മനസ്സലിയാത്തവർക്ക് മുന്നിലേക്കാണ് ആശാസമരത്തിന്റെ അടുത്ത ഘട്ടം. വളരെ വൈകാരികമായിട്ടായിരുന്നു മുടിമുറിക്കൽ പ്രതിഷേധത്തിൽ ആശാപ്രവർത്തകർ പങ്കെടുത്തത്. ഈ പ്രതിഷേധം കണ്ടിട്ടെങ്കിലും സർക്കാർ തങ്ങളെ പരിഗണിക്കുമെന്ന് ഇവർ ഒന്നടങ്കം പറയുന്നു. മുദ്രാവാക്യം വിളികളോടെയായിരുന്നു പ്രതിഷേധം. സമരം ആരംഭിച്ചതിന് ശേഷം സർക്കാരുമായി ഒന്നിലേറെ തവണ ചർച്ച നടത്തിയെങ്കിലും അവ പരാജയപ്പെടുകയായിരുന്നു. പല വിധത്തിലുള്ള അധിക്ഷേപ പരാമർശങ്ങളും സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർക്ക് നേരിടേണ്ടി വന്നിരുന്നു. സംസ്ഥാനത്തെ മറ്റ് സ്ഥലങ്ങളിലുള്ളവരും ആശാസമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുടിമുറിച്ചു. BJP അങ്കമാലി മുനിസിപ്പൽ കൗൺസിലർമാരായ AV രഘു, സന്ദീപ് ശങ്കർ എന്നിവരും തല മുണ്ടനം ചെയ്ത് പ്രതിഷേധത്തിൽ പങ്കാളികളായി. BJP പ്രവർത്തകരായ സുപ്രിയ മുടിമുറിച്ച് പ്രതിഷേധിച്ചു. ഇവരുടെ 1 മാസത്തെ ഓണറേറിയം ആശാപ്രവർത്തകർക്ക് നൽകുമെന്നും വ്യക്തമാക്കി. ആലപ്പുഴയിലും ആശാവർക്കർമാർ മുടിമുറിച്ച് പ്രതിഷേധിച്ചു. തലവടിയിലാണ് 17 ആശാവർക്കർമാർ മുടിമുറിച്ചത്. തിരുവനന്തപുരത്തെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് മുടിമുറിച്ച് പ്രതിഷേധിച്ചതെന്ന് ആശാവർക്കർമാർ വ്യക്തമാക്കി. അതേസമയം സുരേഷ് ഗോപിയിലൂടെ കേന്ദ്രം ഇടപെട്ടിട്ടും എന്തുകൊണ്ട് ആശമാർ സമരം അവസാനിപ്പിക്കുന്നില്ല എന്നത് മിക്കവരിലും ഉയരുന്ന സംശയമാണ്. എന്നാൽ ഇനി ആ സംശയം ഒന്ന് മാറ്റാം. അതായത് കേന്ദ്രം കൊടുക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ട ചുമതല അതാത് സംസ്ഥാനങ്ങൾക്കാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ അർഹതപ്പെട്ടത് കൃത്യമായും കൊടുക്കുന്നുണ്ട്. ഇവിടെ സംസ്ഥാനം ഒന്നും കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല, കേന്ദ്രവിഹിതമടക്കം പിണവും കൂട്ടരും മുക്കുന്നുമുണ്ട്. അധികാര വികേന്ദ്രീകരണം എന്ന ഒന്നുണ്ട്. ആ നിയമം വെച്ച് കേന്ദ്രത്തിന് പലതും സംസ്ഥാനങ്ങൾ വഴിയേ കൊടുക്കാൻ സാധിക്കുള്ളൂ. ജനങ്ങൾ തിരഞ്ഞെടുത്തതല്ലേ സംസ്ഥാന സർക്കാരിനെ. ആ ഒരു പ്രയോറിറ്റിയാണ് ഇവന്മാർ വഷളാക്കുന്നത്. പ്രത്യേക സാഹചര്യത്തിൽ മാത്രമേ കേന്ദ്രത്തിന് നേരിട്ട് ഇടപെട്ട് വല്ലതുമൊക്കെ ചെയ്യാൻ പറ്റൂ. അതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.